എനിക്ക് സ്നേഹമില്ലാണ്ടായോ നിനക്ക്? കാത്തു കാത്തിരുന്ന് എന്റെ കണ്ണ് കഴിച്ചു. അമ്മ ഇത് ഉണ്ണിയൊന്നുമല്ല, എന്റെ ഒരു സ്നേഹിതനാണ്. നുണ പറയരുത്, കൊല്ലും ഞാൻ നിന്നെ. എല്ലാരും കൂടി എന്റെ ഉണ്ണിയെ ഒളിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ? വരൂ ഉണ്ണി, അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ഉമ്മ അല്ല അമ്മ, ഞാൻ നിങ്ങളുടെ മകനല്ല. എന്താ തമ്പുരാനാ ഇത്? അമ്മേ ഇങ്ങോട്ട് വരൂ, ഇത് ഉണ്ണിയല്ല. ആര് പറഞ്ഞു? കുട്ടി കണ്ടിട്ടില്ലല്ലോ ഉണ്ണിയെ. ഇത് എന്റെ ഉണ്ണി തന്നെയാ. വരൂ ഉണ്ണി. വലഞ്ഞല്ല എന്റെ വരൂ ഉണ്ണി. അമ്മായി വിടൂന്നേ. വരൂ തമ്പ്രാട്ടി, അകത്തേക്ക് പോവാം. വരൂ തമ്പ്രാട്ടി, അകത്തേക്ക് പോവാം. തമ്പ്രാട്ടി വരൂ. വരൂ തമ്പ്രാട്ടി, വരൂ അമ്മേ. അകത്ത് പോവാം. വരൂ തമ്പ്രാട്ടി, ഇങ്ങോട്ട് വരൂ. വരൂ അകത്തേക്ക് പോവാം. രാധികെ അകത്ത് കൊണ്ടുപോ. അമ്മേ നമ്മുടെ ഉണ്ണിയാ. അവനെ എനിക്ക് വിട്ടുതരൂ, അവനെ എനിക്ക് വിട്ടുതരൂ. അമ്മേ ഉണ്ണി. ഭാഗീരഥി അകത്ത് പോകാനാ പറഞ്ഞത്. തമ്പ്രാട്ടി വരൂ. ഉണ്ണി 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 വരൂ. ഉണ്ണി അമ്മേ തമ്പ്രാട്ടി വരൂന്നേ. എന്റെ ഉണ്ണിയല്ലേ, അകത്തേക്ക് പോകാൻ വരൂ. ഉണ്ണി വിട്ടേക്കൂ, വലിച്ചഴക്കണ്ട. ഉണ്ണി, എല്ലാരും കൂടി എന്നെ നിന്നിൽ നിന്ന് അകറ്റുക. നീ ഇനി പോവണ്ട. ഇല്ല, ഞാൻ പോവില്ല. ഞാൻ വരാം. അമ്മ എഴുന്നേക്കൂ. സ്ഥിരബുദ്ധിയില്ലാത്ത സ്ത്രീയാണ് നിങ്ങൾ. ആരാണ് എന്താണെന്ന് അറിയാതെ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? അമ്മാമേ, ഇതെന്റെ സ്നേഹിതനാണ് അനന്തൻ നമ്പൂതിരി. പ്ലാക്കുറിശി ഇല്ലത്തെയാ. അമ്മാമയെ കാണണമെന്നും പരിചയപ്പെടണമെന്നും പറഞ്ഞ് എന്റെ കൂടെ വന്നതാണ്. വരൂ ഉണ്ണി, ഇങ്ങോട്ട് വരൂ. എവിടെയായിരുന്നു ഇത്ര നാള് നീ? വരൂ. അസലായി. അർജുനനെ ഉർവശി ശപിച്ചത് ഉപകാരമായി പരിണമിച്ച കഥ പോലെയായി. അല്ലെങ്കിൽ ബൃഹന്തളയായി അന്തപുരത്തിൽ കയറിപ്പറ്റാൻ കഴിയുമായിരുന്നു. ഭാഗ്യം നമ്മുടെ കൂടെയാണ്. അയാൾക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? അനന്തൻ നമ്പൂതിരി, പ്ലാക്കുറിശി ഇല്ലം. ഒരു ബ്രാഹ്മണനെ പോലെ പെരുമാറാൻ അറിയുമോ? അറിയാം. ഇത്തിരി സംസ്കൃതവും സാഹിത്യവും ഒക്കെ വശമുണ്ട്. സംഗീതത്തിലും അഭിരുചിയുണ്ട്. പിന്നെ അയാളുടെ സംസാരത്തിന് നമ്മുടെ ഏറനാടൻ ഭാഷയുടെ ഒരു സാമ്യമുണ്ട്. എപ്പോഴും അയാളുടെ ഒരു കണ്ണു വേണം. നമ്മൾ വിട്ടികളാകരുത്. മനസ്സിലാവുന്നുണ്ടോ? തമ്പുരാട്ടി, ഉറങ്ങിന്ന് തോന്നണു. ഈ പിടിത്തം പിടിവെച്ച കുഴപ്പാവോ? ഇല്ല, ശക്തിയുള്ള മരുന്നാ. ഇനി ഉണരണമെങ്കിൽ 4 മണിക്കൂറെങ്കിലും കഴിയണം. തമ്പുരാട്ടി, എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങാം? എന്താ വിളിച്ചേ? തമ്പുരാട്ടിന്നോ? പിന്നെ എങ്ങനെയാ വിളിക്ക? ഞാനൊരു കൊട്ടാരവും രാജാവിനെയും രാജ്ഞിയെയും രാജകുമാരിയൊക്കെ കാണുന്ന ആദ്യമായിട്ടാ. അതുകൊണ്ട് എങ്ങനെയാ പെരുമാറുക എന്നൊന്നും വലിയ നിശ്ചയമില്ലേ. ഞാൻ രാജകുമാരി ഒന്നുമല്ല. പിന്നെ ആരാ കുട്ടി ഇവിടുത്തെ? ഞാൻ എല്ലാവരുടെയും കാരുണ്യം കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു... അത് ശരി. ഞാനിപ്പോ എന്ത് വിളിക്കണം? രാധ. ഹായ് രാധ. അസലായി. അപ്പൊ ഈ ഗോപികമാരൊക്കെ എവിടെ? അല്ല, വഴി പറഞ്ഞില്ല. ഇതിലെ പോയാൽ ഒരു ഗോവണിയുണ്ട്. അതിലെ താഴെ ഇറങ്ങിയ ഒരിടനാഴിയായി. അത് ചെല്ലണത് ചെറിയ ഊട്ടുപുരയിലേക്കാ. അവിടുന്ന് ഇടത്തോട്ട് പോയ നടപ്പുര മാളികയുടെ വരാന്തയായി. വലത്തോട്ട് കുളമാണ്. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വഴി ചോദിക്കാൻ കണ്ടൊരു സ്ഥലേ വലിയമ്പ്രാട്ടിയുടെ പള്ളിയറയിൽ. അസാരം ഫലിതപ്രിയനല്ലേ? അങ്ങനൊന്നുമില്ല, എന്നാൽ ഇത്രയും ഉണ്ട് താനും. എന്നാ അതങ്ങോട്ട് നിർത്തണതാ ഭേദം. മുഖം കാണിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആരെവിടെ കൽപ്പിക്കാനുള്ളത്? വലിയ തമ്പുരാൻ, സാക്ഷാൽ ഉദയവർമ്മ തിരുമനസ്. അന്യ ആളുകള് ഇവിടെ കയറി ഇറങ്ങണത് എനിക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കറിയില്ലേ. അമ്മാമയോടുള്ള ബഹുമാനം.
പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്യണമെന്നുള്ള അങ്ങേയറ്റത്തെ അഭിനിവേശം. അതുകൊണ്ട് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതില് വിരോധം ഉണ്ടായിട്ടല്ല. എന്നാലും ഈ പരിചയമില്ലാത്ത ആളുകളെ തറവാട്ട് കയറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നതില് ഒരു ഔചിത്യമില്ലായ്മയില്ലേ? അല്ല, ഉണ്ട്. പക്ഷേ അമ്മാമ ഒരു കലാരസികൻ, അയാൾ ഒരു കലാകാരൻ, അങ്ങനെ കലാപരമായ ഒരു സംഗമത്തിന്റെ ഔചിത്യം ഉണ്ടല്ലോ. അതിനും പുറമെ നമ്മുടെ കൊട്ടാരത്തിന്റെ വാസ്തുശില്പപരമായ കാര്യങ്ങള്, ചരിത്രപരമായ പശ്ചാത്തലങ്ങള്, അങ്ങനെ വിവിധ വിഷയങ്ങളില് മൂപ്പർക്ക് താല്പര്യമുണ്ടേ. അതിനിപ്പോ ഇവിടെ അല്ലാതെ വേറെ എവിടെയാ പോവുക? അതെ. പ്ലാക്കുറിശി ഇല്ലത്തെ ആരാണെന്നാ പറഞ്ഞത്? പ്ലാക്കുറിശി ഇല്ലത്തെ എന്റെ പേര് അനന്തൻ നമ്പൂതിരി. അല്ല, കൃഷ്ണൻ നമ്പൂതിരിയുടെ ആരാണെന്നാണ് ചോദിച്ചത്. കൃഷ്ണൻ നമ്പൂതിരിയുടെ മകളെയാണല്ലോ വാമദേവൻ നമ്പൂതിരി വേലി കഴിച്ചിരിക്കുന്നത്. അദ്ദേഹമാണല്ലോ ഇദ്ദേഹത്തിന്റെ. മുത്തച്ഛന് സുഖമല്ലേ? മുത്തശ്ശൻ മരിച്ചൂന്നോ? അസംബന്ധം പറയാതോടോ. കഴിഞ്ഞ മാസം ഗുരുവായൂർ വെച്ച് കണ്ടതല്ലേ? മരിച്ചില്ല. മരിച്ചത് വകയില് വേറൊരു അമ്മാവനാണ്. അതെ. കൃഷ്ണൻ നമ്പൂതിരിയുടെ അഷ്ടപതി വളരെ കേമാണ്. ഞാൻ 1-2 വട്ടം കേട്ടിട്ടുണ്ട്. ആട്ടെ, ഇല്ലത്തെ ഭാഗമൊക്കെ കഴിഞ്ഞോ? ഭാഗം അപ്പോ പടിഞ്ഞാറ്റിന്റെ അടുത്ത് ഒഴിഞ്ഞെടുക്കുന്ന ആ കെട്ടിടം ഏർപ്പാടാക്കാം. അല്ലെ, താമസിക്കാനേ. എന്താമെന്നെ? 1-2 ദിവസം കൂടിയിട്ട് പോട്ടെ അല്ലേ? അവിടത്തെ ഇഷ്ടം. എങ്ങനെയാ, ശുദ്ധിയും വൃത്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണോ? ഭയങ്കരമായിട്ട് ഉള്ള കൂട്ടത്തിലാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഓരോരോ സമ്പ്രദായങ്ങളാണേ. എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. അതിരാത്രി ആയി, ഉറങ്ങാതെ എന്തെടുക്കാനെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നു, ഉറക്കം വന്നില്ലേ? തന്നെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്നെയോ? ഏയ്, അങ്ങനൊന്നും ഇല്ല. എന്നാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. നിങ്ങളായിരുന്നോ? ഭാഗ്യം. ഇപ്പൊ എല്ലാവരുടെ ശവം ഈ വരാന്തേ വീണനെ. ഈ സാധനം എടുത്ത് നീട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. കൈവിട്ട സൂത്രമാ.